12.5 ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കോമ്പണൻസ് ഓഫ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡർ ബൈ എൻ്റെ മോഡുലസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, യൂണിറ്റ് നോർമൽ എന്ന് പറഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? സപ്പോസ് ദാറ്റ് സി ഈസ് എ സ്മൂത്ത് കർവ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ വെക്ടർ ഫംഗ്ഷൻ ആർ ഓഫ് ടി, ദെൻ വി സോ ഏർലിയർ ദ ഡെഫിനിഷൻ കണ്ടാണെന്നത് ക്യാപിറ്റൽ ടി ഓഫ് ടി ഈക്വൽ ടു എന്താ? ക്യാപിറ്റൽ ടി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എടുക്കുക. ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ 0, which is the unit tangent vector to the curve C at the point corresponding to t. Since t of t equal to 1, modulus of t of t എടുത്തെന്ന് വരും. മോഡുലസ് സെയിം ആണ്, അപ്പോൾ 1 ആയി മാറും എവരി t. The resulting value of example tells us that the vector t dash of t is orthogonal to t of t. അത് നമ്മൾ കണ്ടതാണ്. t dash of t എന്ന് പറയുന്നത് ആരോട് ഓർത്തോഗണൽ ആണെന്ന് പറഞ്ഞത്? t of t യോട്. ഓക്കെ ഓക്കെ if r dash is also smooth, we can normalize t dash of t to obtain a unit vector that is orthogonal to t of t. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? നോർമൽ n of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി ഡെറിവേറ്റീവ് എടുത്തിട്ട് ടി ഡാഷ് ഓഫ് ടി ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടി ഡാഷ് ഓഫ് ടിയുടെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വിച്ച് ഇസ് കോൾഡ് ദ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ, സിംപ്ലി കോൾ യൂണിറ്റ് നോർമൽ ടു ദ കർവ് സി അറ്റ് ദ പോയിന്റ് കറസ്പോണ്ടിങ് ടു. സോ എന്താ ചെയ്യാമെന്നുള്ള ശ്രദ്ധിക്കുക. സി എന്ന കർവ് വന്നിട്ടുണ്ട്, ആർ ഓഫ് ടി വന്നിട്ടുണ്ട്. ആർ ഓഫ് ടി വന്നിട്ടുള്ള പ്രകാരം 2 cos ti പ്ലസ് 2 sin tj പ്ലസ് ആർ ടി കെ ടി ഗ്രേറ്റർ ആംഗിൾ 0 ആണ്. ക്യാപിറ്റൽ ടി ഓഫ് ടി കണ്ടുപിടിക്കുക, എൻ ഓഫ് ടി കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ ടി ഓഫ് ടിയുടെ ഫോമിൽ എന്താണെന്ന് ഓർമ്മ ഉണ്ടാവുക? ആർ ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആണ്. സോ ഡെറിവേറ്റീവ് എടുക്കുന്നു. 2 cos ടിയുടെ മൈനസ് 2 sin t, 2 cos ടിയുടെ 2 sin ടിയുടെ 2 cos t, ടി കെയുടെ കെ മാത്രമായി മാറും, ടിയുടെ 1 ആയി പോകും. മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ √4 sin square t പ്ലസ് 4 cos square t പ്ലസ് 1 ആണ്. അല്ലെങ്കിൽ sin square t പ്ലസ് cos square t കോമൺ എടുത്തു കഴിഞ്ഞാൽ 4 പ്ലസ് 1 ആവും, √5 ആയി മാറും. ടി ഓഫ് ടി ഈക്വൽ ടു മോഡുലസ് ആർ ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് വെച്ചാൽ 1/√5 ഇൻറ്റു മൈനസ് 2 sin t 2 cos t k 2 cos tj പ്ലസ് കെ ആണ്. ടി ഡാഷ് ഓഫ് ടി എടുത്ത് കഴിഞ്ഞാൽ എന്താണ്ടാവുക? ക്യാപിറ്റൽ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുക, ഇതാണ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ. അപ്പോൾ 1/√5 പുറത്ത് 2 sin ടിയുടെ മൈനസ് 2 cos t ആവും, 2 cos ടിയുടെ മൈനസ് 2 sin t j ആവും, കെയുടെ 0 ആയി പോവും. സോ എൻ്റെ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. സോ അതിൻ്റെ മോഡുലസ് എടുക്കുക, 2/√5 പുറത്ത് വരും. ബാക്കി ആരുടെ cos square t പ്ലസ് sin square t ഡെറിവേറ്റീവ് എടുക്കും. സോ 2 × √5. സോ ഇറ്റ് ഫോളോസ് ദാറ്റ് n of t കൊണ്ട് എന്താ പറയുക? ടി ഡാഷ് ഓഫ് ടി ബൈ ടി ഡാഷ് ഓഫ് ടി. അപ്പം എന്തുണ്ടാവും? അതിൽ മൈനസ് 2/√5 2/√5 കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ള മൈനസ് 2 cos ti പ്ലസ് sin t j ആയിരിക്കും വരിക. ഇൻ പർട്ടിക്കുലർ കണ്ടുപിടിക്കാൻ പറ്റില്ല, ടി കൊണ്ട് π/2 ആണ്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിയുടെ sin π/2 1 ആയി പോകും, cos π/2 0 ആയി പോകും. സോ മൈനസ് 2√1/√5k. നൗ n of π/2 എന്ന് പറഞ്ഞാൽ മൈനസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ സൈൻ കോസ്റ്റ് പോകും, ബാക്കി മൈനസ് sin ടിയുടെ മാത്രമേ മൈനസ് ജെ മാത്രമേ വരുള്ളൂ. സോ സി ആൻഡ് ദ യൂണിറ്റ് നോർമൽ ടി ഓഫ് π/2 n of π/2 ആർ ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കാര്യങ്ങൾ അറിയാറുണ്ട്. ഓക്കെ, സോ എങ്ങനെ ഫോമുല എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്താ ചെയ്തത്? ടി ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ വന്നിരിക്കുന്ന വെക്ടറിൻ്റെ ആർ ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എടുക്കുക. എൻ ഓഫ് ടി കണ്ടുപിടിക്കാൻ ഈ കണ്ടുപിടിച്ച ടിയുടെ ടി ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി എടുക്കുക. ഓക്കെ, അടുത്തതാണ് ആരാ? ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കോമ്പണൻസ് ഓഫ് ആക്സിലറേഷൻ. ഓക്കെ, let us return to study of the motion of an object moving along the curve C described by the vector function R defined by the parameter interval I. Recall the speed v of object എന്തായിരുന്നു? v എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് v of t ആയിരുന്നു. വെലോസിറ്റിയുടെ മോഡുലസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആണ്. ബട്ട് നമുക്ക് എന്താ അറിയാം? ഈ ഫോമുലയിൽ ടി ഈക്വൽ ടു ആർ ഓഫ് ടി ബൈ ആർ ഡാഷ് ഓഫ് ടി ബൈ ആർ ഡാഷ് ഓഫ് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആണ്. സി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി നമുക്ക് എന്താ എഴുതാം? സ്ക്രിപ്റ്റ് വി എന്ന് എഴുതാം അല്ലേ? സോ വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു എന്താ എഴുതാൻ പറ്റും? വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ടി അല്ലേ? ഇവിടെ നിന്ന് കിട്ടുന്ന ഫോമുല ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി കിട്ടും അല്ലേ? ഇതിനെ ഈ സൈഡിലോട്ട് കൊണ്ടുപോയാൽ ഓക്കെ. ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ടി ആണ്, ദാറ്റ് ഈസ് സ്ക്രിപ്റ്റ് വി ഇൻറ്റു ടി, which expresses the velocity of the object in terms of speed and direction. Okay, now acceleration എടുക്കുക. acceleration equal to v dash, that is d by dt of v capital T, that is equal to v dash script v dash of t into v t dash. To obtain expression in t dash, recall that n equal to the t dash by modulus of capital T dash ആണ്. അതിന് നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Now we need expression for t dash, that is kappa equal to the mod t dash by mod r dash ആയിരുന്നു. Since kappa is the curvature of C, this gives modulus of t dash equal to capital T dash equal to kappa into modulus of r dash equal to k into script kappa into script v.
സോ ടി ഡാഷ് ഈക്വൾ ടു എന്ത് വരും, കാപ്പ ഇൻറ്റു വി ഇൻറ്റു എൻ. സോ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായി മാറും, ആക്സലേഷൻ്റെ ഫോമുല എ ഈക്വൾ ടു സ്ക്രിപ്റ്റ് വി ഇൻറ്റു ടി സ്ക്രിപ്റ്റ് വി ഡാഷ് ഇൻറ്റു ടി പ്ലസ് കാപ്പ v into kappa script v into n, that is kappa script v square n. So this shows that the acceleration vector a can be resolved into sum of two vectors, one along the tangential direction and other along the normal direction. The magnitude of the acceleration along the tangential direction is called the tangential scalar component of acceleration and denoted by a subscript t, whereas the magnitude of acceleration along the normal direction is called the normal scalar component. So രണ്ട് കോമ്പണൻറ്റ് പറയുകയാണ്, ഒന്ന് ടാൻജൻഷ്യൽ സ്കെലാർ കോമ്പണൻറ്റ്, അടുത്തത് നോർമൽ സ്കെലാർ കോമ്പണൻറ്റ് ബൈ എ. സോ ദിസ് ഈക്വൽ എ ഈക്വൽ ടു ആരാ, എ ടി ഇൻറ്റു സ്ക്രിപ്റ്റ് ടി ക്യാപിറ്റൽ ടി പ്ലസ് എ എൻ ഇൻറ്റു എൻ. എ ടി എന്ന് പറഞ്ഞാൽ ഈ വി ഡാഷ് ആണ്, എ എന്ന് പറഞ്ഞാൽ ഈ കാപ്പ വി സ്ക്വയർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ടി ഈക്വൽ ടു വി ഡാഷ് ആൻഡ് എ എൻ ഈക്വൽ ടു കാപ്പ വി സ്ക്വയർ. സോ ടാൻജൻഷ്യൽ ആൻഡ് ഫോമുല നമ്മളതിനെ അവസാന ഫോമുലയാക്കി മാറ്റി എഴുതിക്കുന്നു. ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സലറേഷൻ ഈക്വൽ ടു ലെറ്റ് ആർ ഓഫ് ടി ബി ദ പൊസിഷൻ വെക്ടർ ഓഫ് ആൻ ഒബ്ജെക്ട് മൂവിങ് അലോങ് എ സ്മൂത്ത് കർവ് സി, ദെൻ എ ഈക്വൽ ടു എ ടി ഇൻറ്റു എ ടി ഇൻറ്റു എ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി പ്ലസ് എ എൻ ഇൻറ്റു എൻ, ആൻഡ് എ ടി ഈസ് ഡിഫൈൻഡ് ആസ് ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ ആർ ഡാഷ് ഓഫ് ടി, and a n equal to r dash of t into r double dash of t by r dash of t. അതിങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം. Now we have prove, we take the dot product of v and a given in the equation 1 and 2. Equation 1 ഏതാണെന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ equation 1 ഏതായിരുന്നു, ഇതാണ് equation 1. ഓക്കെ, equation 2 ഏതായിരുന്നു, v dash t into k upper v square n ആണ് നമ്മുടെ equation. സോ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഇൻറ്റു വി ഡാഷ് ഓഫ് ടി ഡോട്ട് ടി പ്ലസ് കാപ്പ വി ക്യൂബ് ടി ഡോട്ട് എൻ. ടി ഡോട്ട് ടി ഇക്വൾ ടു മോഡ് ടി സ്ക്വയർ ഇക്വൾ ടു 1 നോർമലാണ്, അതുകൊണ്ട് ടി ഇസ് യൂണിറ്റ് വെക്ടർ, ആൻഡ് ടി ഡോട്ട് എൻ ഇക്വൾ 0 കാരണം അവർ പെർപെൻഡിക്കുലർ ആണ് പരസ്പരം. സോ ഇത് 1 ആണ്, ഇത് പെർപെൻഡിക്കുലർ 0 ആയി പോകും. സോ വി ഡോട്ട് എ എന്ത് മാത്രമേ വരുള്ളൂ, വി ഡാഷ് മാത്രമേ വരുള്ളൂ. സോ എ ടി ഈക്വൾ ടു വി ഡാഷ് ഈക്വൾ ടു വി ഡോട്ട് എ ബൈ വി ആണ്, ദറ്റ്സ് വി എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആണ്. സോ എ ടിയുടെ ഡെഫിനേഷൻ ഫോമുല ശരിയായി. യൂസിങ് ഇക്വേഷൻ 4 ആൻഡ് ദ ഫോമുല ഓഫ് കർവേച്ചർ നമുക്ക് എന്താ പറയാം, എ എൻ ഈക്വൾ ടു കപ്പ വി സ്ക്വയർ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു കാപ്പയുടെ ഡെഫിനേഷൻ ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ ആർ ഡാഷ് ഓഫ് ടി ഹോൾ ക്യൂബ് ആണ്. അത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും നമുക്ക്, കട്ട് ചെയ്ത് കളയാനുള്ള കട്ട് ചെയ്ത് പോകും. ദറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആയി മാറും. ഓക്കെ, സോ ഈ ഫോമിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രോബ്ലം ചെയ്യുമ്പോൾ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ കർവ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ വെക്ടർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൾ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ടി പ്ലസ് ടി ക്യൂബ് കെ, ഫൈൻഡ് ദ ടാൻജൻഷ്യൽ സ്കാലർ ആൻഡ് നോർമൽ സ്കാലർ കമ്പോണൻറ്റ് ഓഫ് ദി ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ടി. ബിഗിൻ ദ കോമ്പണൻറ്റ് ഇത് ആർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചു, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ ടിയുടെ 1 ആയി മാറി, ടി സ്ക്വയറിനോട് 2t ആയി, ടി ക്യൂബിനോട് 3t സ്ക്വയർ ആയി. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ ഇതിൽ ഫസ്റ്റ് തല പോവും, 2t ഡോട്ട് 2j ആവും, ടി സ്ക്വയർ കെ ഡോട്ട് 6tk ആയി. എ ടി എന്ന് പറഞ്ഞാൽ ഫോമുല പ്രകാരം ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ആർ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആണ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തുണ്ടാവും മാറും, ജെ ഐയുടെ ഒന്നുമില്ല, ജെയുടെ 4t സ്ക്വയർ പ്ലസ് 4t പ്ലസ് 18t ക്യൂബായി ഡിവൈഡ് ബൈ ഫോമിൽ റൂട്ട് എടുക്കും, റൂട്ട് ഓഫ് 1 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 9t⁴. ഇനി ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എടുക്കുന്നു, ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു. ഐ ജെ കെ ഫസ്റ്റ് വെക്ടറിൻ്റെ 1t 3t സ്ക്വയർ എഴുതി 0t 6k എഴുതി ഫോമിൽ എഴുതി അതിനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അടുത്തതിന് സിമിലർ പരിപാടി ചെയ്തിട്ടുള്ളതാണ്, ഫോമുലാസ് കണ്ടുപിടിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, കെപ്ലർ ഓഫ് പ്ലാനറ്ററി മോഷൻ അങ്ങോട്ടുള്ള നമുക്കില്ല. സോ ഈ ഭാഗത്ത് മനസ്സിലാക്കി വെക്കേണ്ടത് ഫോമുല മാത്രമാണ്, രണ്ട് കാര്യത്തിൻ്റെയും ഫോമുല അറിയണം, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ഓക്കെ.